Am I audible? Yes, sir. Okay, we can start our session. PPT visible ആണോ? Okay, we can start. Okay, so കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാർക്കറ്റിലെയും പ്രധാനപ്പെട്ട മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്, വിച്ച് മീൻസ് എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മൊണോപ്പൊളിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഡ്യൂ ടു മൈ ഫീവർ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. സോ നമ്മൾ ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പേടിക്കണം, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാം കാരണം കുറച്ച് കുട്ടികൾ ലീവായിരുന്നു. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ക്ലാസ്, നിങ്ങൾ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് മൊണോപ്പൊളി? നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കാട്ടോ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള മൊണോപ്പൊളി എന്താണ്? അല്ലെങ്കിൽ ആസ് എ മാർക്കറ്റ് സ്ട്രക്ചർ, വാട്ട് ഈസ് മൊണോപ്പൊളി? യു ക്യാൻ യൂസ് യുവർ മൈക്ക് ഓർ യു ക്യാൻ പുട്ട് യുവർ ചാറ്റ് ബോക്സ് സിംപ്ലി. Yeah, in monopolistic competition, in monopoly, they are price makers. Okay, other than that, as a definition, single seller. Okay, again, that's again a feature. Other than as a definition, again, maximization of profit is also there. Other than that, you guys are telling the correct way, but I need a proper definition for a monopoly, or how we can describe a monopoly market. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ചേർത്ത് വെച്ചാൽ തന്നെ നമുക്ക് കിട്ടൂലേ? അതായത് പ്രൈസ് മേക്കേഴ്സ് ആയിട്ടുള്ള, സിംഗിൾ സെല്ലർ ആയിട്ടുള്ള, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടോ മൊണോപ്പൊളിയിൽ, ഹർഷാന? ഓക്കെ, വി ക്യാൻ ഗോ ടു അതർ ഡിസ്കഷൻസ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൊണോപ്പൊളി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ ടേം മൊണോപ്പൊളി മീൻസ് സിംഗിൾ സെല്ലർ. മോണോ മീൻസ് സിംഗിൾ ആൻഡ് പോളി മീൻസ് സെല്ലർ. നമ്മൾ ആ രണ്ട് വേർഡിനെയും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് മൊണോപ്പൊളി കിട്ടുക. മോണോ മീൻസ് സിംഗിൾ ആൻഡ് പോളി മീൻസ് സെല്ലർ. ഓക്കെ ഹർഷാൻ, ഐ ഗോട്ട് ഇറ്റ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ട്രൂ. അത് മൊണോപ്പൊളിയുടെ വലിയൊരു പ്രശ്നമാണ്, ഓർ അതർവൈസ് അത് മൊണോപ്പൊളിയുടെ ഒരു ഫീച്ചറും കൂടിയാണ്. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പോവാട്ടോ. ഫസ്റ്റ്, മോണോപ്പൊളി സിംപ്ലി മീൻസ്, മോണോ മീൻസ് സിംഗിൾ ആൻഡ് പോളി മീൻസ് സെല്ലർ. അപ്പോൾ ഒരു സിംഗിൾ സെല്ലർ ഉള്ള, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേം ഉള്ള ഒരു മാർക്കറ്റ് ആണ് എന്ത്, മോണോപ്പൊളി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ എ മോണോപ്പൊളി ആസ് എ മാർക്കറ്റ് സ്ട്രക്ചർ in which a single seller or a firm control the entire supply of product or services and where no close substitutes are available. ഇതാണ് മോണോപ്പൊളിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് സിംഗിൾ സെല്ലറെ അവിടെ ഉണ്ടാവുള്ളൂ. സിംഗിൾ സെല്ലർ ഉണ്ട് എന്ന് മാത്രമല്ല, അവിടെ എന്തായിരിക്കും, അവിടെ ഒരു ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്ത, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളൊരു മൊണോപ്പൊളി ആണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് അവൈലബിൾ ആവാത്തൊരു മാർക്കറ്റ് ആയിരിക്കും എപ്പോഴും മോണോപ്പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സോ ദ മോണോപ്പൊളിസ്റ്റ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് മാർക്കറ്റ് പവർ അലോവിങ് ഇറ്റ്സ് ടു ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ലെവൽ. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഓരോ ഫേമുകളും ദേ ആർ പ്രൈസ് ടേക്കേഴ്സ്, നോട്ട് പ്രൈസ് മേക്കേഴ്സ്.
മാർക്കറ്റ് എന്താണോ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, ആ പ്രൈസിനെ എടുത്ത് ആ പ്രൈസിൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ചെയ്യുന്നത് അല്ലേ. പക്ഷെ മൊണോപ്പൊളിയിൽ ഫേംസ് ആർ പ്രൈസ് ഫിക്സേഴ്സ് ഓർ പ്രൈസ് എത്ര രൂപക്കാണ് സാധനം വിൽക്കേണ്ടത് എന്ന് ഫിക്സ് ചെയ്യുന്നത് തന്നെ ആരാണ്? ഫേംസ് ആണ് എന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് പവർ എന്ന് പറയുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റിന്റെ അല്ലെങ്കിൽ മൊണോപ്പൊളിയുടെ മാർക്കറ്റ് പവറിനെ പറ്റി ഡിസ്കസ് ചെയ്യും. വി ക്യാൻ മെഷർ ദ പവർ ഓഫ് എ മൊണോപ്പൊളി അല്ലെങ്കിൽ മൊണോപ്പൊളിയുടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രൈസിനെ ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഒരു മാർക്കറ്റ് ഒരു മോണോപ്പൊളിക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന മാർക്കറ്റ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും ഒരുപോലെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊണോപ്പൊളിക്ക് അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി ഫേമിന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞു ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ, ഫ്രീ എൻട്രി ഫ്രീ എക്സിറ്റ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. നല്ല പ്രോഫിറ്റ് ഒരു ബിസിനസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഫേം ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറേ പുതിയ ഫേമുകൾ ഫ്രീ എൻട്രി ഉള്ളത് കൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർക്കറ്റിലേക്ക് വരും. ആ വലിയ പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. അതല്ല ലോസ് ആണെങ്കിലോ ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഫേമുകൾ പോകും. അവിടെ നോർമൽ പ്രോഫിറ്റിലേക്ക് വീണ്ടും സിറ്റുവേഷൻ പോകും. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ളത്. എന്നാൽ മൊണോപ്പൊളിയുടെ കേസിൽ നമുക്ക് ഫ്രീ ഫ്രീ എക്സിറ്റോ ഇല്ല. അവിടെ വൻ റെസ്ട്രിക്ഷൻ ആണ്. മേ ബി ലീഗൽ റെസ്ട്രിക്ഷൻ ആവാം, ഇക്കണോമിക് റെസ്ട്രിക്ഷൻസ് ആവാം. ഇതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ഫ്രീ എൻട്രിയോ ഫ്രീ എക്സിറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഉണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂചിപ്പിക്കണം. ഇനിയും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൂചിപ്പിക്കണേ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എൻട്രിക്കാവട്ടെ എക്സിറ്റിനാവട്ടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിലാണെങ്കിൽ പോലും മൊണോപ്പൊളി ഫേംസിന് ഷോർട്ട് റണ്ണിൽ ഈവൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും നമുക്ക് ഒരു അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മൊണോപ്പൊളിയിൽ ലോങ് റണ്ണിലാണെങ്കിൽ പോലും നമുക്ക് അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്ക് വിസിബിൾ ആണ്. നമ്മളത് ഈ ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കും. ഷോർട്ട് റണ്ണിൽ 3 കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ സിംപ്ലി നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റിനെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിംഗിൾ ഫേം ഇൻഡസ്ട്രി. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് എ ഫേം? എന്താണ് ഇൻഡസ്ട്രിയും ഫേമും തമ്മിലുള്ള ഏറ്റവും പ്രാഥമികമായ ഡിഫറൻസ്? Can anyone tell what is the difference between industry and a firm? യെസ്, ഒരുപാട് ഫേംസ്. കേട്ടില്ല. ഇൻഡസ്ട്രി ഇൻഡസ്ട്രി മീൻസ് കുറെ ഫേംസ് ഉള്ളത്. യെസ്, അതെ അതെ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫേംസ് ആണ്. ഫേംസ് എന്ന് പറഞ്ഞാലോ സിംഗിൾ എൻറ്റിറ്റികളാണ്, സിംഗിൾ ബിസിനസ്, ഒരു സിംഗിൾ യൂണിറ്റ് ഒക്കെയാണ് എന്ത് ഫേംസ്. ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിലോ ഗ്രൂപ്പ് ഓഫ് ഫേംസ്. അപ്പൊ നമ്മളൊരു മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസ് അതെന്താണ്? ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ. കുറേ ഫേംസ്, കുറേ ടെക്സ്റ്റൈൽസ്, കുറേ സൂപ്പർ മാർക്കറ്റുകൾ, കുറേ ബാർബർ ഷോപ്പുകൾ, കുറേ ബ്യൂട്ടി പാർലേഴ്സ്. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഓരോ ബ്യൂട്ടി പാർലർ ഫേംസ് ചേരുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി പാർലർ ഇൻഡസ്ട്രി കിട്ടും. ഓരോ സൂപ്പർ മാർക്കറ്റുകൾ ചേരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഇൻഡസ്ട്രി കിട്ടും. കുറേ ടെക്സ്റ്റൈൽസ് ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പൊ മൊണോപ്പൊളിയുടെ കേസിലാണെങ്കിലോ അവിടെ ഒരൊറ്റ ഫേം മാത്രമേ ഉള്ളൂ. ആ ഫേമിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. കാരണം അതൊരു ആ ഒരു മാർക്കറ്റിന്റെ ഫീച്ചറാണ് ഈ ഒരു സിംഗിൾ ഫേം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ഫേം ഇൻഡസ്ട്രി ആണ് എന്ത് എപ്പോഴും മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ. because there is no alternative for a railway system in India other than Indian Railway owned by the government. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ ഉണ്ടല്ലോ, അതിന് മറ്റൊരു ആൾട്ടർനേറ്റീവ് നമുക്കില്ല. മറ്റൊരു റെയിൽവേ ഇല്ല. നമുക്ക് അദാനിക്കോ അംബാനിക്കോ കറന്റ് എന്തില്ല? റെയിൽവേ സിസ്റ്റം ഇല്ല. പ്രൈവറ്റൈസേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിന് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ഇയറിൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഏരിയാസിലും നമുക്ക് എന്തുണ്ട്?
ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലേ? നമുക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എയർ ഇന്ത്യ, അപ്പോൾ ടാറ്റയിലേക്ക് പോയി. ഇനി അതല്ല ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ബസ്സുകൾ എടുക്കാൻ നമുക്ക് KSRTC ഉണ്ട്. അതുപോലെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിലോ KSRTC ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെ വ്യത്യസ്തമായ കമ്പനീസ് ഉണ്ട്. സോ അതിനൊക്കെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. BSNL ഉണ്ട്, അതേസമയം അപ്പുറത്ത് എയർടെൽ ഉണ്ട്, ഡോകോമോ ഉണ്ട്, വോഡഫോൺ ഉണ്ട്, ഐഡിയ ഉണ്ട്, റിലയൻസ് ഉണ്ട്, ജിയോ ഉണ്ട്. ഒരു വലിയ ഇൻഡസ്ട്രി, ടെലികോം ഇൻഡസ്ട്രി. ഇന്നത് പ്രധാനമായിട്ടും ഒരു ഒളിഗോപോളി സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ഒളിഗോപോളിയുടെ പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് എ ഫീച്ചർ ഓഫ് ഒളിഗോപോളി? ഒളിഗോപോളിയുടെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണെന്ത്? നമ്മുടെ ടെലികോം ഇൻഡസ്ട്രി. ഇന്ത്യയിലെ കറന്റ് ടെലികോം ഇൻഡസ്ട്രി ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഒളിഗോപോളി. സോ ക്യാൻ എനിവൻ ടെൽ വാട്ട് ഈസ് ഫ്യൂ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്? അപ്പൊ ബയേഴ്സും ഫ്യൂ ആണോ ശിവനന്ദ? ഫ്യൂ സെല്ലേഴ്സ്, ഓക്കെ. സോ നമുക്ക് ഒളിഗോപോളി ഒന്നും കൂടി ഫ്യൂ സെല്ലേഴ്സ് എന്നുള്ള പകരം ഫ്യൂ ലാർജ് സെല്ലേഴ്സ് എന്ന് പറയാൻ പറ്റും. വലിയ കുറച്ച് ഫേംസ് അല്ലെങ്കിൽ വലിയ കുറച്ച് കമ്പനീസ്, ഒരുപാട് ബയേഴ്സ്. ഇതാണ് എന്ത് നമ്മൾ ഒളിഗോപോളി മാർക്കറ്റിനെ നമ്മൾ ഒളിഗോപോളിയിലേക്ക് പോകും ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചറിൽ. അപ്പം സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കുക. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രി. നമുക്ക് ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ എത്ര ഫേംസിനെ നമുക്ക് എണ്ണാൻ പറ്റും? കറന്റ് എയർടെൽ ഉണ്ട്, പഴയ വോഡഫോൺ ഐഡിയ യോജിപ്പിച്ച് നമുക്കൊരു VI ഉണ്ട്, റിലയൻസിന്റെ ജിയോ ഉണ്ട്, BSNL ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടോ ടെലികോം ഇൻഡസ്ട്രിയിൽ? ഇല്ല. വേറിപ്പോയ 1-2 ഒക്കെ എക്സ്ട്രാ വരും. സോ വലിയ പ്രധാനപ്പെട്ട 4 അല്ലെങ്കിൽ 5 കമ്പനീസ് അല്ലെങ്കിൽ 3-4 കമ്പനീസ്. ഇതാണ് ഒളിഗോപോളി മാർക്കറ്റ്. ബയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒരുപാട് ഫേംസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. മൊണോപ്പൊളി ആണെങ്കിൽ സിംഗിൾ സെല്ലർ ഡോമിനേറ്റിംഗ് ദ എൻറ്റയർ മാർക്കറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഗൂഗിളും നമുക്കൊരു മൊണോപ്പൊളി എന്ന് പറയാൻ പറ്റും. എക്സാക്ട് മൊണോപ്പൊളി അല്ല അല്ലെങ്കിൽ പ്യുവർ മൊണോപ്പൊളി അല്ല. എന്നാലും നമ്മുടെ സെർച്ച് എഞ്ചിനിൽ നമുക്ക് ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗൂഗിൾ. ഗൂഗിളിൻ്റെതാണ് ഓൾമോസ്റ്റ് ഓൾ അതർ പ്ലാറ്റ്ഫോംസ്. ഗൂഗിൾ മെയിൽ വിച്ച് മീൻസ് ജിമെയിൽ. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ഈസ് ആൾസോ ഫ്രം ഗൂഗിൾ. ഗൂഗിൾ മീറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് സൂം വി ക്യാൻ യൂസ് ഗൂഗിൾ മീറ്റ്. ഓക്കെ, അതും എന്താണ്? ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്തുണ്ട്? ഗൂഗിളിലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ മൊണോപ്പൊളി അല്ലെങ്കിൽ ഓൺലൈൻ ജയന്റ് ആണെന്ത്? ഗൂഗിൾ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് മൊണോപ്പൊളിയെ പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി വി ആർ സെർച്ചിങ് ഇൻ എ മൊണോപ്പൊളി. നമ്മൾ മൊണോപ്പൊളിയെ പറ്റി സെർച്ച് ചെയ്യുന്നതിന് ഒരു മൊണോപ്പൊളിയിലാണ്. പ്യുവർ മൊണോപ്പൊളി അല്ല കേട്ടോ. പ്യുവർ മൊണോപ്പൊളി ആണെങ്കിൽ ഗൂഗിൾ മാത്രമേ ഇവിടെ പാടുള്ളൂ. നമുക്കതിന് പകരമായിട്ട് കുറേ സെർച്ച് എഞ്ചിൻസ് എക്സ്ട്രാ ഉണ്ട്. യാഹു പോലെയുള്ള, ബിങ് പോലെയുള്ള. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണെന്ത്? ബിങ് എന്ന് പറയുന്നത്. നമുക്ക് യാഹു ഉണ്ട്, അതുപോലെ ആപ്പിളിനാണെങ്കിൽ നമുക്ക് സഫാരി ഉണ്ട്. കുറേ സെർച്ച് എഞ്ചിൻ സോഫ്റ്റ്വെയർസും പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗൂഗിൾ ആണ് ഒരു 90% ഓഫ് സെർച്ച് എഞ്ചിൻ ഇൻഡസ്ട്രിയെയും കൈകാര്യം ചെയ്യുന്നത്. സോ വി ക്യാൻ എക്സ്പ്ലിസിറ്റ്ലി സേ ഗൂഗിൾ ഈസ് ആൾസോ എ മൊണോപ്പൊളി. അപ്പോൾ നമ്മൾ മൊണോപ്പൊളിയെ പറ്റി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഈസ് ആൾസോ എ മൊണോപ്പൊളി. പ്യുവർ മൊണോപ്പൊളി അല്ല, ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. എന്നാലും ഒരു ജയന്റ് എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗൂഗിളും ഒരു മൊണോപ്പൊളി ആണെന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളി? ഫസ്റ്റത്തെ ഫീച്ചർ ആണെന്ത്? സിംഗിൾ സെല്ലർ. There is only one firm that produces and supplies the product or services. ആ ഒരു മാർക്കറ്റിൽ ഒരൊറ്റ ഫേമേ ഉള്ളൂ. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരൊറ്റ ഫേം. സോ അവരായിരിക്കും എന്ത്? ആ മാർക്കറ്റിലെ അതോറിറ്റി. ആ മാർക്കറ്റിലെ സോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? സിംഗിൾ സെല്ലർ. ഇതാണ് ഒരു മൊണോപ്പൊളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. സെക്കൻഡ് ആണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. മൊണോപ്പൊളി മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റിന് എന്തുണ്ടാവില്ല? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല. വിച്ച് മീൻസ് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ഉണ്ടാവില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ഏതെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ഉദാഹരണങ്ങളൊന്ന് പറയൂ. ഒരു ടീ ആൻഡ് കോഫി ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, റൈറ്റ്? നമുക്ക് ടീ ഇല്ലെങ്കിൽ വി ക്യാൻ മൂവ് ടു കോഫി. കോഫി ഇല്ലെങ്കിൽ വി ക്യാൻ മൂവ് ടു ടീ. അല്ലെങ്കിൽ ഒരു കോഫിയോട് എതിർപ്പുള്ള ആളുകളാണെങ്കിൽ ദാറ്റ്സ് ഡിഫറെന്റ് സ്റ്റോറി. നോർമലി ഉള്ള കേസിലാണ് ഞാൻ പറയുന്നത്. കോഫി ഇല്ലെങ്കിൽ ടീയിലേക്കോ, ടീ ഇല്ലെങ്കിൽ കോഫിയിലേക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് പോസിബിൾ ആവുന്നത്. അപ്പൊ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാലോ? എക്സാമ്പിൾ ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ്.
കാർ ആൻഡ് പെട്രോൾ അല്ലേ, റൈറ്റ്. അല്ല പെൻ ആൻഡ് ഇങ്ക് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എന്ത്, കോംപ്ലിമെന്ററി ഗുഡ്സ്. കാറും പെട്രോളും, വിത്തൗട്ട് പെട്രോൾ നമുക്കൊരു കാറോ ഒരു ബൈക്കോ മൂവ് ചെയ്യാൻ പറ്റില്ല. നൗ വി ആർ ഗോയിങ് ടു EV എറ, ഇലക്ട്രോണിക് വെഹിക്കിൾ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ, അല്ലെങ്കിൽ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻ ബിഹൈൻഡ് EV വെഹിക്കിൾ. നമുക്കതൊരു ജനറൽ സെഷൻ വെച്ചിട്ട് നമുക്കൊരു വി ആർ പ്ലാനിങ് ടു കണ്ടക്ട് സം ജനറൽ സെഷൻസ് ഓൺ ഇക്കണോമിക്സ്. ഐ മീൻ നമ്മുടെ ഒരു റിയൽ വേൾഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, വാട്ട് എവർ കാർ ആൻഡ് പെട്രോൾ, ബൈക്ക് ആൻഡ് പെട്രോൾ, വിത്തൗട്ട് പെട്രോൾ നമുക്കൊരു കാർ കൊണ്ട് യൂസ് ഇല്ല. കാർ ഉണ്ട് അല്ലെങ്കിൽ പെട്രോൾ ഉണ്ട്, ഒരു വാഹനം ഇല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് ഫോർ ദ പെട്രോൾ. മറ്റ് പർപ്പസ് ഉണ്ടാവും, പക്ഷെ ട്രാവലിംഗ് പർപ്പസിന് എന്തെങ്കിലും പെട്രോൾ ഉപകരിക്കില്ല ഒരു വാഹനം ഇല്ലെങ്കിൽ. അപ്പൊ ഇതാണ് എന്ത്, കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, വിച്ച് മീൻസ് നമ്മൾ മൊണോപ്പൊളിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് യുണീക്ക് ആയിരിക്കും, അതിനെന്തുണ്ടാവില്ല, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവില്ല. കൺസ്യൂമറുടെ സൈഡിൽ നിന്ന് അവർക്ക് വേറെ അനദർ ഓപ്ഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്, മൊണോപ്പൊളിസ്റ്റിന് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റിന് 100 രൂപ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റ് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റിന് ഓപ്ഷൻ ഇല്ല. പ്രൈസ് കൂട്ടിയാലും അവർ ആ പ്രൊഡക്റ്റ് തന്നെ വാങ്ങേണ്ടി വരും. നമ്മൾ ഗതികേട് അല്ലെങ്കിൽ ഗത്യന്തര ഇല്ലായ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്ക് ആളുകൾ പോകും. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അല്ലെങ്കിൽ തന്നെ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യില്ല, ഇറ്റ്സ് ആൾ അബൌട്ട് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ്. അപ്പോൾ അത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ വലിയ രീതിയിൽ പോസിബിൾ ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു എൻട്രി ആൻഡ് എക്സിറ്റ് ആൾസോ, ദർ ആർ സം ബാരിയേഴ്സ് ടു എൻട്രി. പ്രധാനമായിട്ടും 3 ബാരിയേഴ്സ്. ഒന്ന് ലീഗൽ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്യാണ്, ലൈക്ക് പാറ്റന്റ് അല്ലെങ്കിൽ ലൈസൻസ് പോലെയുള്ള കേസുകൾ വെച്ചിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. നമുക്കറിയാം മൊണോപ്പൊളി മീൻസ് എ ബിഗ് ഇൻഡസ്ട്രി ഓർ ബിഗ് ഫേം ആണല്ലേ. ഈ ബിഗ് ഫേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിഗ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഓർ വി നീഡ് ഹ്യൂജ് ക്യാപിറ്റൽ. അപ്പൊ അത്രയും ക്യാപിറ്റൽ റിസോഴ്സസ് ആണ് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതൊരു പക്ഷേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും മറ്റ് കമ്പനികൾ, മറ്റ് സാധാരണ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒന്നും ഒരു മൊണോപ്പൊളി മാർക്കറ്റിലേക്ക് കടന്നു വരില്ല. അതുപോലെ തന്നെ കൺട്രോൾ ഓവർ ക്രിട്ടിക്കൽ റിസോഴ്സസ്. നമ്മൾ അതിനെ പലപ്പോഴും ജിയോഗ്രഫിക്കൽ മൊണോപ്പൊളി എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്തില്ല, കോൾ മൈനിങ് ഇല്ല. കോൾ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് കോൾ? വാട്ട് ഈസ് കോൾ? കൽക്കരിയാണ് കോളിലെ. കേരളത്തിൽ കോൾ മൈനിങ് ഇല്ല. സ്വാഭാവികമായിട്ട് ഒരു ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് കേരളവും തമിഴ്നാടും മാത്രമേ ഉള്ളൂ. തമിഴ്നാടിൽ കോൾ ഉണ്ട്, കോൾ മൈനിങ് അവൈലബിൾ ആണെങ്കിൽ ദേ ആർ എക്സ്പീരിയൻസിങ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോൾ മൊണോപ്പൊളി. തമിഴ്നാടിന് എന്തുണ്ടാവും, കോൾ മൊണോപ്പൊളി കിട്ടുന്നുണ്ട്. കേരളത്തിന് എന്തില്ല, അത് അവരുടെ കുത്തകയായി പോകും തമിഴ്നാടിന്റെ. ഇതിനെയാണ് നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റിൽ കൺട്രോൾ ഓവർ എ ക്രിട്ടിക്കൽ റിസോഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻപുട്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു ഇൻപുട്ടിലുള്ള കൺട്രോൾ ആണ് നമ്മൾ എന്താ പറയാ, ക്രിട്ടിക്കൽ റിസോഴ്സ്. അതും എന്താണ്, ഇറ്റ്സ് ലീഡ് ദ മൊണോപ്പൊളി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എന്ത്, പ്രൈസ് മേക്കർ. The monopolist has a significant control of the prices because they are the sole suppliers of that particular product. ആ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ സിംഗിൾ സപ്ലയേഴ്സ് ആണ് ആര്, മൊണോപ്പൊളി മാർക്കറ്റിലെ ഫേമുകൾ. സ്വാഭാവികമായിട്ടും ദേ ഫിക്സ് ദ പ്രൈസ്, അവർ ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഫിക്സ് ചെയ്യും ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ്. അതുപോലെ തന്നെ കോസ്റ്റ്, ഡിമാൻഡും കോസ്റ്റും നോക്കിയിട്ടാണ്, ചെക്ക് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നോർമലി പ്രൈസ് എന്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യാറുള്ളത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് സപ്ലൈയെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്? ബിക്കോസ് സോൾ സപ്ലയർ ആരാണ്, മൊണോപ്പൊളിയാണ്. ആ ഒരു ഫേം ആണ് സിംഗിൾ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈയെ ആൾട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ സപ്ലൈയെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിയിൽ പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും ഒക്കെ, ഔട്ട്പുട്ട് സപ്ലൈ ആണ്, അതല്ലാണ്ട് പ്രൈസിനെ ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡിന്റെയും കോസ്റ്റിന്റെയും കണ്ടീഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നൗ വി ക്യാൻ മൂവ് ടു സോഴ്സസ് ഓഫ് മൊണോപ്പൊളി പവർ. സോ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് മൊണോപ്പൊളി പവർ, ഓർ ഹൗ ദ മൊണോപ്പൊളീസ് ആർ എമേർജിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മൊണോപ്പൊളി നിലവിൽ വരുന്നത്? ഒന്ന് ഗവൺമെന്റ് റെഗുലേഷൻസ് ആണ്.
അതായത് ഗവൺമെന്റ് റെഗുലേഷൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീഗൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ലീഗൽ റീസൺസ് കാരണം വരുന്ന മൊണോപ്പൊളി എന്ന് പറയാൻ പറ്റും. ലൈക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്, ഒരു ഫേമിന് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? എക്സ്ക്ലൂസീവ് റൈറ്റ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റിയോ സർവീസ് കൊടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കപ്പാസിറ്റി, എക്സ്ക്ലൂസീവ് പവർ നമ്മൾ ഒരു ഫേമിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതെന്താണ്? ഒരു ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടോടെ പ്രവർത്തിക്കുന്ന ഒരു മൊണോപ്പൊളി ഫേം ആയിരിക്കും. ലൈക്ക് പാറ്റന്റ്, കോപ്പിറൈറ്റ്, ലൈസൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. സെക്കൻഡ് വൺ ആണ് നാച്ചുറൽ മൊണോപ്പൊളീസ്. അതായത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ് നാച്ചുറൽ മൊണോപ്പൊളിയുടെ കാര്യം അല്ലെങ്കിൽ റീസൺ. വാട്ട് ഈസ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നുള്ളത്? വാട്ട് ഈസ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് വെച്ചാൽ അല്ല. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഈസ് ഓക്കെ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് economies of scale, but other than that, large scale production കാരണം നമുക്ക് വരുന്ന ബെനിഫിറ്റ് ആണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. നിങ്ങളത് മറന്നു പോരുത് കേട്ടോ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കാരണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, ഒരു ഫേമിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് എന്ത്? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതായത് നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റൈറ്റ്? ആവറേജ് കോസ്റ്റ് മീൻസ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനി ദേ ആർ ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ അബണ്ടന്റ് ക്വാണ്ടിറ്റി, they will get the advantages of economies of scale. അവരുടെ കോസ്റ്റ് കുറയും. കാരണം 100 വർക്കേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ യൂസിങ് ദാറ്റ് 100 വർക്കേഴ്സ് ദേ ക്യാൻ പ്രൊഡ്യൂസ് thousands ഓഫ് ക്വാണ്ടിറ്റി, ആൾസോ ലാക്സ് ഓഫ് ക്വാണ്ടിറ്റി ഇഫ് ദേ ആർ യൂസിങ് പ്രോപ്പർലി. ആ 100 ആളുകളെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 ഗുഡ്സോ അല്ലെങ്കിൽ 10,000 ഗുഡ്സ് അല്ലെങ്കിൽ 1,00,000 ഗുഡ്സ് ആൻഡ് സർവീസസും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അവരെ പോലെ കോസ്റ്റ് കുറച്ചിട്ട് അല്ലെങ്കിൽ അവരെ പോലെ ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ 2-3 ആളുകൾ നടത്തുന്ന ഒരു ബിസിനസ്സിന് പറ്റുമോ? ഇല്ല. അപ്പോൾ വലിയ ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ക്യാഷ്, ഒരുപാട് ഫൈനാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? വി കൻ ഒബ്സർവ് നാച്ചുറൽ മൊണോപ്പൊളി ത്രൂ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് നല്ല ലാഭം ഉണ്ടാവും, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും, നല്ല ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യില്ല? ഇതിനുള്ള അവസരം ഉണ്ടാവില്ല. പാവപ്പെട്ട ബിസിനസ്മാന്, പാവപ്പെട്ട ഫേംസിന്. അപ്പൊ എന്ത് ചെയ്യും? ഈ പാവപ്പെട്ട ഫേംസ് ഒക്കെ വില കുറച്ച് ഇത്രയും സാധനങ്ങൾ വിൽക്കാൻ പറ്റാതെ ഇക്കോണമിയിൽ നിന്ന് പോലും അത് ക്രമേണ ഒരു സിംഗിൾ മാർക്കറ്റിലേക്ക് പോകും. നമ്മൾ ജിയോയോ ഒക്കെ നമ്മൾ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്, മൊണോപ്പൊളി ആയിട്ട് എമേർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ജിയോ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആലോചിച്ചു, ഇവിടെ നമുക്ക് എത്ര തരത്തിലുള്ള മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ടാറ്റ ഡോകോമോ ഉണ്ടായിരുന്നു, വോഡഫോൺ ഉണ്ടായിരുന്നു, ഐഡിയ ഉണ്ടായിരുന്നു, എയർസെൽ ഉണ്ടായിരുന്നു, ടാറ്റ ഇൻഡികോമോ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടെലികോം ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ജിയോന്റെ കടന്നുവരവോടെ എന്തായി? വോഡഫോൺ നഷ്ടം സംഭവിച്ചു, ഐഡിയക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് വന്ന് VI എന്ന് പറയുന്ന ഒരു ഫേമിനെ ക്രിയേറ്റ് ചെയ്തു, ഒരുമിച്ച് കൂടി. എയർസെൽ മാർക്കറ്റിൽ നിന്ന് പോയി, ടാറ്റ ഡോകോമോ മാർക്കറ്റിൽ നിന്ന് പോയി. റൈറ്റ്? അപ്പൊ എന്താണ്? ഓരോ തവണ കഴിയുമ്പോഴും നമ്മുടെ മാർക്കറ്റിലുള്ള ടെലികോം ഇൻഡസ്ട്രീസിന്റെ, ടെലികോം കമ്പനീസിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ കുറഞ്ഞു വന്ന് ലാസ്റ്റ് ഒരു ജിയോ മാത്രമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എയർടെൽ മാത്രമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ VI മാത്രമായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാൾഡ് മൊണോപ്പൊളി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൊണോപ്പൊളി എന്ന് പറയാം. ഓക്കെ. ദെൻ അടുത്താണ് കൺട്രോൾ ഓവർ കീ റിസോഴ്സസ്. അതായത് ഒരു ജിയോഗ്രഫിക്കൽ മൊണോപ്പൊളിയാണ് അത്. അതായത് ചില പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്ട് ആവശ്യമുണ്ടാവും, കോൾ ഇൻഡസ്ട്രി പോലെ തന്നെ. പക്ഷെ അത് ചില ലൊക്കേഷനിൽ അവൈലബിൾ ആവും. അപ്പൊ ആ ലൊക്കേഷനിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ എൻജോയ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മൊണോപ്പൊളി പവർ, ബിക്കോസ് മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ എന്ത് ചെയ്യുന്നില്ല? അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളത്. ഫോർത്ത് വൺ ആണ് നെറ്റ്വർക്ക് എഫക്റ്റ്. അതൊരു റീസെന്റ് എക്കണോമിക്സിൽ ഏറ്റവും റീസെന്റ് കോൺസെപ്റ്റിൽ പെട്ട ഒന്നാണ് നെറ്റ്വർക്ക് എഫക്റ്റ്. ഐ തിങ്ക് നിങ്ങളുടെ സിലബസിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ UG കാലിക്കറ്റ് സിലബസിൽ. ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി കാരണം ഒരു പ്രൊഡക്റ്റ്, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്? ഇൻസ്റ്റഗ്രാമിൽ കുറെ റീൽസ് കാണും അല്ലേ? ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറെ റിവ്യൂസ് കാണും യൂട്യൂബിൽ കയറിയിട്ട്. സോ കുറെ ആളുകൾ ഇങ്ങനെ റിവ്യൂസും റീൽസും ഒക്കെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇടുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്?
ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ആ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഒരു മിസ്ലീഡ് ചെയ്യും പലപ്പോഴും അല്ലേ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ട് വലിയ അബദ്ധങ്ങളായി പോവാറുണ്ട്. ഇതാണ് നെറ്റ്വർക്ക് എഫക്റ്റ്. സോഷ്യൽ മീഡിയ ടെക്നോളജിയൊക്കെ കാരണം ഒരു വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യപ്പോൾ കൂടുതൽ ആളുകൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കോമ്പറ്റീഷനെ കുറയ്ക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനിയാണ് നമുക്ക് ടൈപ്സ് ഓഫ് മോണോപ്പൊളീസ് നോക്കാനുള്ളത്. we have four types of monopoly. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത റീസൺസ് തന്നെയാണ് മൊണോപ്പൊളിക്ക് കാരണമാവുന്നത്. ഫസ്റ്റ് ആണെന്ത്, നാച്ചുറൽ മൊണോപ്പൊളി, വിച്ച് മീൻസ് സിംഗിൾ ഫേം ലോവസ്റ്റ് കോസ്റ്റ് ഡ്യൂ ടു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ കാരണം ഒരു സിംഗിൾ ഫേമിന് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, നാച്ചുറൽ മൊണോപ്പൊളി ഉണ്ടാവും. രണ്ട്, ലീഗൽ മൊണോപ്പൊളിയാണ്, വിച്ച് മീൻസ് പാറ്റന്റ് പോലെയുള്ള ലൈസൻസ് പോലെയുള്ള എന്തെങ്കിലും സിസ്റ്റംസ് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ബ്രാൻഡും അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്പനിക്ക് മാത്രമേ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ലീഗൽ മൊണോപ്പൊളി. ദെൻ ടെക്നോളജിക്കൽ മൊണോപ്പൊളി ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമുക്കറിയാം മൊബൈൽ ബ്രാൻഡുകൾ എടുക്കുകയാണെങ്കിൽ ഐഫോൺ ആൻഡ് സാംസങ് രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണിന്റെ മാർക്കറ്റുള്ള രണ്ട് മൊബൈൽ ബ്രാൻഡുകൾ അല്ലേ. ഐഫോണിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ഐഫോൺ പ്രിഫർ ചെയ്യുന്നത്, സെക്യൂരിറ്റി. അല്ലെങ്കിൽ ഐഫോണിന്റെ സെക്യൂരിറ്റി ഒരിക്കലും ടെക്നോളജിക്കലി സാംസങ്ങിന് കിട്ടൂല. അപ്പോൾ ഐഫോൺ അവിടെ എന്തുണ്ട്, ടെക്നോളജിക്കൽ മൊണോപ്പൊളി ഉണ്ട്. സാംസങ്ങിന്റെ സൂമിംഗ് കപ്പാസിറ്റി ഒരിക്കലും എന്തെങ്കിലും ഐഫോണിന് കിട്ടുന്നില്ല. കാരണം അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, സാംസങ് ഒരു ടെക്നോളജി കണ്ടെത്തുന്നു, അവരതിനെ പാറ്റന്റ് എടുക്കുന്നു, അത് പിന്നീട് ഐഫോണിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ടെക്നോളജിക്കൽ മൊണോപ്പൊളി. ഒരു ഇന്നോവേഷൻ, ഒരു യുണീക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക വഴി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ലാസ്റ്റ് വണ്ണാണ് ജിയോഗ്രഫിക്കൽ മൊണോപ്പൊളി. അതായത് സ്പെസിഫിക് ലൊക്കേഷനിലെ റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കോൾ ഇൻഡസ്ട്രി, തമിഴ്നാട്ടിൽ കോൾ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ കേരളത്തിൽ കോൾ ഇൻഡസ്ട്രി ഇല്ല. സോ തമിഴ്നാട് ഈസ് എ കോൾ മൊണോപ്പൊളി ഡിസ്ട്രിക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ രാജ്യത്ത് തമിഴ്നാടും അല്ലെങ്കിൽ കേരളവും മാത്രമേ ഉള്ളൂ എന്നുണ്ട്. തമിഴ്നാട്ടിൽ എന്തുണ്ട്, കോൾ ഉണ്ട് അല്ലെങ്കിൽ കൽക്കരി ഉണ്ട്, കൽക്കരി ഖനനം പോസിബിൾ ആണ്. കേരളത്തിൽ അത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മൊണോപ്പൊളി എന്നുള്ളത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ ടൈപ്സ് ഓഫ് മൊണോപ്പൊളീസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവാണ്, വിച്ച് ഈസ് ഇക്വിലിബ്രിയം ഇൻ മൊണോപ്പൊളി. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ രണ്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞത് ഇക്വിലിബ്രിയത്തിൽ. അത് ഏതായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? വോയിസിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. You have two conditions in equilibrium for a perfect competition. MC is equal to MR, then അത് ഫസ്റ്റ് കണ്ടീഷൻ ആണ്. MC കട്ട് MR ഫ്രം ബിലോ, റൈറ്റ്. സോ ഇതേ കണ്ടീഷൻസ് തന്നെയാണ് മൊണോപ്പൊളിയിൽ നമുക്കുള്ളത്. പക്ഷെ ഗ്രാഫ് ഡിഫറെന്റ് ആണ്, അതിന്റെ ഡൈനാമിക്സ് ഡിഫറെന്റ് ആണ്, ഏരിയാസ് ഡിഫറെന്റ് ആണ്. പക്ഷെ വാട്ട് എവർ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് മോണോപ്പൊളിയിലും എന്താണ്, സെയിം ആണ്. ഫസ്റ്റത്താണ് MC ഈസ് ഈക്വൽ ടു MR, മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ, ആൻഡ് മാർജിനൽ കോസ്റ്റ് MC കർവ് കട്ട് MR ഫ്രം ദ ബിലോ. മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യാണ്, മാർജിനൽ റവന്യൂ കർവിനെ താഴേന്ന് കട്ട് ചെയ്യാണ്. സെയിം കണ്ടീഷൻസ് തന്നെയാണ് നമുക്ക് മോണോപ്പൊളിയിലും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആയിട്ട് വരുന്നത്. ലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൾസോ ദർ ആർ 3 പോസിബിലിറ്റീസ് ഇൻ എ ഫോം ഓഫ് ഇക്വിലിബ്രിയം ഇൻ മോണോപ്പൊളി. ഓക്കെ, ദോസ് ആർ, ഫസ്റ്റ് വൺ ആണ് എന്ത്, നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നോർമൽ പ്രോഫിറ്റ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞ പോലെ തന്നെ ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആകുന്ന പോയിന്റ് ആണെന്ത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ നോർമൽ പ്രോഫിറ്റ്. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെങ്കിലോ ആവറേജ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂനേക്കാൾ ആവറേജ് കോസ്റ്റ് കുറവാകുന്ന സമയത്താണ് നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുക. ഇനി ലോസ് ആണെങ്കിലോ ആവറേജ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് റവന്യൂ, അപ്പോഴാണ് നമുക്ക് ലോസ് കിട്ടുക. ഓക്കെ, നമുക്ക് ഇതിന് ഓരോന്നിന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോകാം. ഓക്കെ, ഐ തിങ്ക് ദ ഗ്രാഫ് ഈസ് വിസിബിൾ ആൻഡ് ക്ലിയർ. സോ ഫേം നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ.
we can see that we have a red line ഉണ്ടല്ലേ, it is called MC. Then we have a downward sloping steeper curve which is MR. അതിന്റെ മുകളിൽ just above ആയിട്ട് we have AR. Then ഒരു U shape നമുക്ക് AC curve ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ലേ? Should I use a pen? Pen യൂസ് ചെയ്യണോ? Let me check first. Where is pen? Wait. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് AC ഈസ് ഈക്വൽ ടു AR, ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ആണ് നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ, റൈറ്റ്? അപ്പൊ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? MC കട്ട് MR ഫ്രം ബിലോ. അതിവിടെ പോസിബിൾ ആവുന്നില്ലേ? MC കർവ് എന്ന് പറഞ്ഞാൽ ആ റെഡ് ലൈനാണ് മുകളിലേക്ക് പോകുന്ന, MR കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്റ്റീപ്പർ കർവ് ആണ്. ഐ തിങ്ക് നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ എന്ന് പറയുന്ന പോയിന്റിൽ MC MR ഈക്വൽ ആവുകയും MC MR താഴേന്ന് കട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇക്വിലിബ്രിയം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് റവന്യൂ കർവിന് എന്താ സംഭവിക്കുന്നത്? AC ഈസ് ഈക്വൽ ടു AR അല്ലേ? നിങ്ങൾ ഈ എന്ന് പറയുന്ന പോയിന്റ് നേരെ മുകളിലേക്ക് പോയ ലൈൻ ഇങ്ങനെ എടുത്തു നോക്കൂ. AR കർവ് മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റീപ്പർ ആയിട്ട് വരുന്നുണ്ട്. അവിടെ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? AC കർവ് U ഷേപ്പിലുള്ള AC കർവ് പോകുന്നുണ്ട്. സോ AC ഈസ് ഈക്വൽ ടു AR എന്ന് പറയുന്ന നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൾസോ MC ഈസ് ഈക്വൽ ടു MR ആൻഡ് MC കട്ട് MR ഫ്രം ബിലോ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനും ഈ എന്ന് പറയുന്ന പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ വി ക്യാൻ സേ ദാറ്റ് the monopoly firm in the short run, the monopoly firm is earning normal profit. നോർമൽ പ്രോഫിറ്റിനോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്. കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അതിവിടെ ഒരു 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 ഫേമിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിലോ, സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ നമ്മൾ സംസാരിച്ചിരുന്നില്ലേ? വിച്ച് മീൻസ് ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും എടുക്കുന്ന സമയത്ത് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആവറേജ് റവന്യൂവിനേക്കാൾ ചെറുതാവുന്ന കണ്ടീഷനാണെന്ത് നമ്മൾ പറയുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും. വി ഹാവ് MR കർവ് താഴോട്ട് സ്റ്റീപ്പർ ആയിട്ട് ഫസ്റ്റത്തെ കർവ് MR കർവ്, അതിന്റെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AR കർവ് ഉണ്ട്, താഴോന്ന് കട്ട് ചെയ്ത് പോകുന്ന MC കർവ് ഉണ്ട്. സോ MC ഈസ് ഈക്വൽ ടു MR എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൾസോ നമുക്ക് AC-യും AR-ഉം നമ്മൾ അത് വെച്ചിട്ടാണ് സൂപ്പർ നോർമൽ ആണോ നോർമൽ ആണോ ലോസ് ആണോ പറയാറുള്ളത് അല്ലെ? ഇവിടുത്തെ AC കർവിന് എന്താ സംഭവിക്കുന്നത്? നേരത്തെ അത് AR കർവിൽ ടച്ച് ചെയ്തുകൊണ്ട് മുകളിലൂടെ പോകുന്ന ഒരു കർവ് ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് ബിലോ AR കർവ്. AC AR-നേക്കാൾ താഴെയാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾ പ്രൈസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വി ഹാവ് P ആൻഡ് വി ഹാവ് P ഡാഷ്, റൈറ്റ്? വി ഹാവ് P ഡാഷ് ആൻഡ് P. P ഡാഷ് ചെറുതാണ്, P അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ ഇവിടെ P ഡാഷ് ആണെന്ത്? ഇവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് P ഡാഷ് ആണ്. P എന്ന് പറയുന്ന പോയിന്റോ ഇവിടുത്തെ പ്രൈസ് ആണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണെന്ത്? P. അതായത് 10 രൂപക്ക് നമ്മളൊരു പെന്ന് വിൽക്കുകയാണ്. ആ പെന്നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് 8 രൂപയാണ്. അതായത് 8 രൂപക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെന്ന് നമ്മൾ 10 രൂപക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ P ഡാഷ് ആണ് ഇവിടുത്തെ 8, P ആണ് ഇവിടുത്തെ 10. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? P ഡാഷ് ഇതിന്റെ കോസ്റ്റ് ആണ്, P എന്താണ്? ഇവിടുത്തെ പ്രൈസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻഡു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ റവന്യൂ എന്താണ്? അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണ്? P ഡാഷ് മൈനസ് P, ഓർ വി ക്യാൻ സേ ദാറ്റ് OP മൈനസ് OP ഡാഷ്. ഒറിജിനിൽ നമ്മൾ O എന്ന് പറഞ്ഞൊരു ഒരു ലെറ്ററിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ OP മൈനസ് OP ഡാഷ്. കാരണം OP ആണ് വലുത്, അതിനേക്കാൾ OP ഡാഷ് ചെറുതാണ്. So OP minus OP dash which is equal to the difference between P and P dash. P 10 രൂപയുടെ പെന്ന് 10 രൂപക്ക് വിൽക്കുന്നു, P ആണ് 10. 8 രൂപയാണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു യൂണിറ്റിന് എന്നുണ്ടെങ്കിൽ P ഡാഷ് ആണ് 8. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്?
10 മൈനസ് 8 ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ 10 മൈനസ് 8 ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ എൻറ്റയർ പ്രോഫിറ്റ് ഒരു മൊണോപ്പൊളിസ്റ്റിന് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ, ഈ ഒരു സെല്ലിങ്ങിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന എൻറ്റയർ പ്രോഫിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഡാഷ് ബി എ എന്ന് പറയുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ആണ്. നിങ്ങൾ ചതുരത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, പി ഡാഷ് ബി എ എന്ന് പറയുന്ന ആ ഒരു ചതുരപ്പെട്ടിയാണ് നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പൊ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ എ സി ഇസ് ഈക്വൽ ടു എ ആർ, ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ലോസിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ലോസിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു എ സി, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ സി. സോ ഒരു ലോസിന്റെ കണ്ടീഷൻ ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നോക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ലോസ് ഇൻ എ മൊണോപ്പൊളി കോമ്പറ്റീഷൻ, സോറി ഒരു മൊണോപ്പൊളി മാർക്കറ്റ്? എ ആർ ഈസ് ലെസ് ദാൻ എ സി, റൈറ്റ്? ആവറേജ് റവന്യൂ എന്താണ്? ആവറേജ് കോസ്റ്റിനേക്കാൾ ചെറുതായിരിക്കും. സോ ദാറ്റ് ഈസ് കാൾഡ് ലോസ് കണ്ടീഷൻ. A firm earn loss when the average cost of production is higher than the average revenue for the corresponding output. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന റവന്യൂ ആ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. അതായത് ഒന്നെങ്കിൽ റവന്യൂ കോസ്റ്റിനേക്കാൾ കുറവാവണം, അല്ലെങ്കിൽ കോസ്റ്റ് റവന്യൂനേക്കാൾ കൂടുതലാവണം. രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്താണ്? ലോസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. സോ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ആവറേജ് കോസ്റ്റ് കർവ് കിടക്കുന്നത് ആവറേജ് റവന്യൂന്റെ മുകളിലാണ്. അതായത് ആവറേജ് കോസ്റ്റ് കർവ് നിങ്ങൾ കാണുന്നില്ലേ? വി ഹാവ് MR കർവ്, വി ഹാവ് AR കർവ് താഴോട്ട് പോകുന്നത്. Then we have a MC curve that cuts MR from below and going upward. അതിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? We have a U-shape AC curve, right? അപ്പൊ ഇവിടുത്തെ AC curve AR കർവിനേക്കാൾ എത്രയോ മുകളിലാണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് there is a difference between A and B. B എന്ന് പറയുന്ന പോയിന്റ് AC കർവിലാണ്, A എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത് AR കർവിലാണ്. സോ ആ ബിയും എയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നേരെ പ്രൈസ് ലൈനിലേക്ക് എടുക്കുകയാണെങ്കിൽ പിയും പി ഡാഷും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ റവന്യൂ എന്താണ്? OP ആണ് അല്ലെ? OP ആണ് റവന്യൂ. ഇവിടുത്തെ കോസ്റ്റ് എത്രയാണ്? OP ഡാഷ് ആണ്. വിച്ച് മീൻസ് OP ചെറുതാണ്, OP ഡാഷ് വലുതാണ്. കോസ്റ്റ് ആണ് ഇവിടുത്തെ റവന്യൂനേക്കാൾ വലുതായിട്ട് മുകളിൽ കിടക്കുന്നത്. സോ there will be a loss equal to the rectangular P dash PAB. ആ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, അവിടെ ഒരു ചതുരം ഉണ്ടല്ലോ, അതിന് ഈക്വൽ ആയിട്ട് ലോസ് എന്തുണ്ടാവും? നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ? ശിവനന്ദ, സഫ്ന, ഓക്കെ സഫ്ന, താങ്ക് യു. ശിവനന്ദ, യെസ് സർ എന്നുള്ളത് ഡൗട്ട് ഉണ്ട് എന്നാണോ, ഓർ വിളിച്ചതിന് യെസ് പറഞ്ഞതാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നൗ വി ക്യാൻ മൂവ് ടു, wait, before that let me again recall the short run equilibrium. In the short run, monopolist firm cannot adjust all its factors of production because some of the factors are fixed, some of the factors are variable. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഏത് ഫാക്ടർ ആയിരിക്കും ഫിക്സഡ് ആയിട്ടുണ്ടാവുക നോർമലി, ഓർ ഏത് ഇൻപുട്ട് ആയിരിക്കും ഫിക്സഡ് ആയിട്ടുണ്ടാവുക. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറയും Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് K ആൻഡ് L എന്ന് പറയും അല്ലെ? ക്വാണ്ടിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇതിൽ ഏതായിരിക്കും ഷോർട്ട് ടേണിൽ ഫിക്സഡ് ആയിട്ടുണ്ടാവുക? ക്യാപിറ്റൽ ആണോ ലേബർ ആണോ? യെസ്, ക്യാപിറ്റൽ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് എന്തുണ്ടാവുക? ഒരു ഫിക്സഡ് ആയിട്ടുണ്ടാവുക അല്ലെ? അപ്പോ ഇവിടുത്തെ കേസിലും അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഓൾമോസ്റ്റ് ഓൾ ദ കേസ് ക്യാപിറ്റൽ ആണ് ഫിക്സഡ് ആയിട്ടുണ്ടാവുക. നമുക്ക് ലേബറിന് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ ബിസിനസ് എടുത്താണ്,
നിങ്ങൾക്ക് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ലേബേഴ്സിനെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് അല്ലെ. അതൊരു അൺഎത്തിക്കൽ ഡിസ്കഷൻ ആണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്താണ്? നമുക്ക് ലോസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ലേബേഴ്സിനെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ക്യാപിറ്റൽസ് നമ്മൾ എന്തായിരിക്കും, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ ക്യാപിറ്റൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യില്ല. അത് അതിന്റെ കോസ്റ്റ് റിക്കവർ ചെയ്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ചേഞ്ച് ചെയ്യാൻ പോകുള്ളൂ അല്ലേ. അപ്പോൾ ഷോർട്ട് റണ്ണിന്റെ കേസിൽ ചില ഫാക്ടേഴ്സ് ഫിക്സഡും ചില ഫാക്ടേഴ്സ് വേരിയബിളും ആണ്. മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യും, ഷോർട്ട് റണ്ണിൽ ലോസ് ഉണ്ടാവും. പക്ഷേ ഷോർട്ട് റണ്ണിൽ ലോസ് ഉണ്ടെങ്കിലും ആ കമ്പനി അത് പിരിച്ചുവിടണം എന്നില്ല. കാരണം അവർ മാത്രമേ ഉള്ളൂ ആ ഒരു മാർക്കറ്റിൽ. സോ ദേ വിൽ ഹോപ്പ് ലൈക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഗുഡ് പ്രോഫിറ്റ്, കാരണം നമ്മൾ മാത്രം ഇവിടെ ഉള്ളല്ലോ എന്ന് അവർ കരുതും, റൈറ്റ്. പക്ഷെ ഇവർ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഏക റീസൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാവുമ്പോഴാണ്. ഇവരുടെ ലോസ് ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാവുന്ന സമയത്ത് ദേ ഷട്ട് ഡൗൺ ദ ഫേം. അതല്ല വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിലോ അവരത് ഷട്ട് ഡൗൺ ചെയ്യില്ല. ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ദേ വിൽ ഷട്ട് ഡൗൺ ദ ഫേം. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഹൈ ആണെങ്കിൽ ദേ വിൽ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. നോട്ട് ഇൻ ദ ഷോർട്ട് റൺ, ഇവൻ ഇൻ ദ ലോങ് റൺ. ഷോർട്ട് റണ്ണിൽ മാത്രമല്ല ലോങ് റണ്ണിലും എന്ത് ചെയ്യും, ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും. കാരണം അവിടെ എൻഡ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇവർ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാലും ഒരു പുതിയ കമ്പനിക്ക്, ഒരു പുതിയ ഫേമിന് ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ഷോർട്ട് റണ്ണിൽ നിന്ന് മാത്രമല്ല ലോങ് റണ്ണിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ experience or they can take the advantages of earning super normal profit. So നമുക്കിനി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് കേട്ടോ, നമ്മൾ സിംഗിൾ ഗ്രാഫ് ആയിട്ട് നമ്മൾ പഠിക്കാന്നേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫിലേക്ക് നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് നോക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ ആണ് D1. വി ഹാവ് D1, വി ഹാവ് D2 ആൻഡ് വി ഹാവ് D3. D1 ആണ് ഏറ്റവും താഴെയുള്ളത്. ഏറ്റവും താഴെയുള്ള കേർവ് ആണ് D1. അതിന്റെ മുകളിൽ D2, അതിന്റെ മുകളിൽ D3. ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഡൗട്ട് ചോദിക്കാം. D1 AR ആണോ, MR ആണോ, AC ആണോ, MC ആണോ? ഡിമാൻഡ് കർവ് ഒരു മൊണോപ്പൊളിയിൽ D1 അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ഏതായിരിക്കും? AR ആണോ, MR ആണോ, MC ആണോ, AC ആണോ? ഏതിനായിരിക്കും ഡിമാൻഡ് കർവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക? യെസ്, AR ആണെന്ത് ഇവിടുത്തെ D1. അപ്പൊ നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിന് ശേഷം ഞാൻ ഈ PPT ഓൾറെഡി നമ്മുടെ ഡ്രൈവിലുണ്ട്, യു ക്യാൻ ചെക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ കേട്ടോ, യു ക്യാൻ ചെക്ക് ദ PDF. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ ക്ലാസ്സിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. സോ വാട്ട് എവർ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൊണോപ്പൊളി ആണെങ്കിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ARഉം ഡിമാൻഡ് കർവ് എന്താണ്, ഒന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ AR എന്ന് പറഞ്ഞ കർവ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഡിമാൻഡ് കർവ് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ D1 ഈസ് ടാൻജന്റ് ടു ABC കർവ്. E1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇവിടെ ABC കർവും ആവറേജ് വേരിയബിൾ കോസ്റ്റും, അത് യു ഷേപ്പിൽ കിടക്കുന്ന രണ്ട് കർവ് ഉണ്ട്. ഫസ്റ്റത്താണ് ഏറ്റവും താഴെയുള്ളതാണ് ABC, അതിന്റെ മുകളിലുള്ളതാണ് ATC. അപ്പൊ താഴെയുള്ള യു ഷേപ്പിലുള്ള കർവും D1ഉം ടാൻജന്റ് ആവുന്ന പൊസിഷനിൽ നമുക്ക് E1 ഒബ്സർവ് ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് ഇക്വിലിബ്രിയം 1. അവിടെ തന്നെയാണ് MC കർവ്. തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് MC കർവ് ഈക്വൽ ടു MR ആൻഡ് MC കർവ് കട്ട് MR ഫ്രം ബിലോ. MR ഇവിടെ എന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് താഴോട്ട് വരുന്ന കർവാണ് MR. നിങ്ങൾ കഴിഞ്ഞ ഗ്രാഫിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് MR ഉണ്ടാവും, അതിന്റെ തൊട്ട് മുകളിലായിട്ട് AR ഉണ്ടാവും. ഇവിടുത്തെ D1 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൂ. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ MR കർവ് അല്ലെങ്കിൽ MC കർവ് MR കർവിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മളിവിടെ A1 അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മളതിനെ MR കർവും MC കർവും ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഔട്ട്കം എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് MR ഈസ് ഈക്വൽ ടു MC എന്നുള്ളത്. പക്ഷേ ടോട്ടൽ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ടോട്ടൽ കോസ്റ്റ് കർവിനേക്കാൾ താഴെയാണ് ഇവർ റിക്കവർ ചെയ്യുന്നത്. ഏതാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് അവർ റിക്കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മുകളിലുള്ള യു കർവ് ഏതാണ്? ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആണ്. സോ ലെറ്റ് മീ ആസ്ക് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്? ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്ത് ഫാക്ടറാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്?
എനിവൺ? ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ ആവറേജ് വേരിയബിൾ കോസ്റ്റുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒന്നും കൂടി സിമ്പിളായി ചോദിക്കുകയാണെങ്കിൽ, ആവറേജ് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, ശിവനന്ദ പറഞ്ഞ പോലെ എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്യുന്നതാണ്. ഹർഷാന പറഞ്ഞ പോലെ തന്നെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ത് ചെയ്യുക, അവിടുത്തെ ആ ഒരു ഡിഫറൻസ്. നമ്മൾ പറഞ്ഞത് ഒരു ഫേം എപ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യുക? നമ്മുടെ മൊണോപ്പൊളി മാർക്കറ്റിൽ അത് ലോസ് ഉണ്ടാവുമ്പോഴല്ല ഷട്ട് ഡൗൺ ചെയ്യുക ഷോർട്ട് റണ്ണിലെ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അതിന് കിട്ടാതിരിക്കുന്ന സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക, ഒരു ഫേം നിർത്തി പോവുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫേമിന് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും തന്നാൽ അതിന്റെ അർത്ഥം അത് ഷോർട്ട് റൺ ആണെന്നാണോ ലോങ് റൺ ആണെന്നാണോ? ഏതായിരിക്കും? ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്നും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്നുണ്ട്. അത് ഷോർട്ട് റൺ ആയിരിക്കോ ലോങ് റൺ ആയിരിക്കോ? എഗെയിൻ, അത് ഷോർട്ട് റൺ ആയിരിക്കോ ലോങ് റൺ ആയിരിക്കോ? ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഉണ്ടെങ്കിൽ ലോങ് റൺ ആണോ? യെസ്, നിങ്ങൾ രണ്ടും നല്ല ഉടായ്പാണ് അല്ലേ. ലോങ് റൺ അല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നത്, ഷോർട്ട് റണ്ണിന് ക്വസ്റ്റ്യൻ ഇടുന്നത്. ഞാൻ ചോദിച്ചത് ആൻസർ ആണ്. ലോങ് റൺ ആണോ ഷോർട്ട് റൺ ആണോ? ഫിക്സ് ആക്കി പറയും, ഉറപ്പിച്ചു പറയും ഒന്നാണെന്നുള്ളത്. യെസ്. ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ? വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും എവിടെയാണ് ഉണ്ടാവുക? ഫിക്സഡ് ഇൻപുട്ട് എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ ക്യാപിറ്റലിനെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞത് എവിടെയാണ്? ഷോർട്ട് റണ്ണിലാണോ ലോങ് റണ്ണിലാണോ? ക്യാപിറ്റലിനെ ഫിക്സഡ് ആക്കിയത് അല്ലെങ്കിൽ ഫിക്സഡ് ആണ്, നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ എവിടെയാണ്? ഷോർട്ട് റണ്ണിലാണ്. അങ്ങനെ ഒരു ഫിക്സഡ് ഇൻപുട്ട് ഉണ്ടാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് കിട്ടുള്ളൂ. സോ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അത് ഷോർട്ട് റൺ ആണ് എന്നുള്ളതാണ്. ലോങ് റണ്ണിലെ എല്ലാ കോസ്റ്റും എന്താണ്? വേരിയബിൾ ആണ്. സോ ലോങ് റണ്ണിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഒബ്സർവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേരിയബിൾ കോസ്റ്റ് മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ ലോങ് റണ്ണിൽ എന്ത് പറയും? ജസ്റ്റ് കോസ്റ്റ് എന്നേ പറയുള്ളൂ. ലോങ് റൺ കോസ്റ്റ്. ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. ദർ ഈസ് നോ ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. എവ്രിതിങ് വി ക്യാൻ റീപ്ലേസ് ഇൻ ദ ലോങ് റൺ. നമുക്ക് ലോങ് റണ്ണിൽ എല്ലാം റീപ്ലേസ് ചെയ്യാൻ എന്താണ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്, നമുക്ക് കോസ്റ്റ് റിക്കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ റിക്കവർ ചെയ്യുന്നത് ജസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്, നോട്ട് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ലോസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, MR is equal to MC, ബട്ട് they are not recovering the total cost. They are only recovering the average variable cost, and we have a average fixed cost, which is the difference between average variable cost and average total cost. അതവിടെ ഉണ്ട്. സോ ഫേം എന്ത് ചെയ്യും? OM1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് അത് E1 M1 എന്ന് പറഞ്ഞ പ്രൈസിൽ സെല് ചെയ്യും. അവിടെ എന്തുണ്ടാവും? ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ലോസ് അവർ ശ്രമിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ സ്വയം ഏറ്റെടുക്കേണ്ടി വരും എന്നർത്ഥം. ഇഫ് ദ ഡിമാൻഡ് കർവ് ലൈസ് ലെഫ്റ്റ് ടു ദ D1, the monopolists would shut down and the plant entirely stop the production. D1നും താഴെയാണ് ഒരു ഫേം വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ, ഓൾറെഡി ഫേം നഷ്ടത്തിലാണ്. റൈറ്റ്. പിന്നെയും നഷ്ടത്തിലാവുകയാണെങ്കിലോ സ്വാഭാവികമായിട്ടും ഫേം നിർത്തിവെച്ച് പെട്ടിയും പൂട്ടിയിട്ട് മുതലാളി എന്തെയും വീട്ടിൽ പോകും. അത് മൊണോപ്പൊളി ആണെങ്കിലും ഒളിഗോപ്പൊളി ആണെങ്കിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്ക് കോസ്റ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്നർത്ഥം. ഇനി നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷനായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവണം. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഗ്രാഫില്ലേ, ആ സെയിം ഗ്രാഫ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കളർഫുൾ ഗ്രാഫുകൾ പഠിച്ചില്ലേ, ആ സെയിം ഗ്രാഫ് തന്നെയാണ് ഇത്. അത് ഒരൊറ്റ സിംഗിൾ ഗ്രാഫിൽ നമ്മൾ 3 കണ്ടീഷൻസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇത് ക്ലിയർ ചെയ്ത് പോയതാണ്. നമ്മൾ ഇക്വിലിബ്രിയം കേസിലേക്ക് നമ്മൾ സംസാരിക്കുന്നേ ഉള്ളൂ. ഇനി
D2 അതായത് ഫസ്റ്റത്തെ ഏറ്റവും താഴെയുള്ള ഡിമാൻഡ് കർവ് AR കർവാണ് D1. അതിന്റെ മുകളിലുള്ളതാണ് എന്ത് D2. The demand curve D2 is tangent to average total cost curve at point D2. So average total cost curve total cost curve tangent ആണെന്ത് D2, which means they are recovering the total variable cost and total fixed cost. ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ കോസ്റ്റ് കിട്ടുക. റൈറ്റ്. അപ്പൊ ഇവിടെ എന്താണ്, ടോട്ടൽ കോസ്റ്റിന് ടാൻജന്റ് ആയിട്ടാണ് നമ്മുടെ റവന്യൂ കർവ് കിടക്കുന്നത്, അല്ലെങ്കിൽ റവന്യൂ കർവ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആയിട്ടുള്ള D2 കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തുണ്ടാവും, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും. ഇക്വിലിബ്രിയം കേസ് എടുക്കുകയാണെങ്കിലോ MC MR2നെ, അതായത് രണ്ടാമത്തെ ഏറ്റവും താഴെയുള്ളത് MR1, അതിന്റെ മുകളിലുള്ളത് MR2. MC MR2നെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷനും പോസിബിൾ ആവുന്നുണ്ട്. A2 എന്ന് പറയുന്ന പോയിന്റിൽ വി ക്യാൻ ഒബ്സർവ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് തൊട്ട് മുകളിൽ എന്തുണ്ട്, വി ക്യാൻ സീ ദ E2 പോയിന്റ്. അപ്പോൾ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ D2-വിലാണ് പ്രൈസ് കിടക്കുക, D2-വിലാണ് അതിന്റെ പ്രോഫിറ്റ് സെനാറിയോ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ നോർമൽ പ്രോഫിറ്റ്. ആൻഡ് OM2 എന്ന് പറയുന്ന ഔട്ട്പുട്ട്, അത്ര ക്വാണ്ടിറ്റി എത്രയാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റിയിൽ ഫേം എന്ത് ചെയ്യും, സാധനങ്ങൾ വിൽക്കും. അതുപോലെ തന്നെ E2 M2 എന്ന് പറയുന്ന പോയിന്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ അവർ എന്ത് ചെയ്യും, സാധനങ്ങളും സേവനങ്ങളും ആ പ്രൈസിൽ അവർ വിൽക്കും. OM2 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ AR is equal to AC എന്ന് പറയുന്ന ആവറേജ് റവന്യൂ is equal to ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്ന കേസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കേസിൽ എ ഫേം റിക്കവർ ഓൾ ഇറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ദ ഫേം ഏൺസ് എ നോർമൽ പ്രോഫിറ്റ്. ഇതാണ് നോർമൽ പ്രോഫിറ്റിന്റെ D2-വിന്റെ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. ഇനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെങ്കിലോ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് ഒന്നും പോകാൻ തന്നെ പറയാൻ പറ്റൂലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫുകൾ തന്നെയാണ് കേട്ടോ ഇത്, നമ്മൾ ജസ്റ്റ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. സൂപ്പർ നോർമൽ എപ്പോഴാണ് ഏൺ ചെയ്യുക, ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലാവുന്ന കണ്ടീഷനാണ്. സോ ഇവിടുത്തെ D3 എന്ന് പറയുന്ന ആവറേജ് റവന്യൂ കർവ് എന്തായിരിക്കും, ഇറ്റ് ഈസ് എബോവ് ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. D3 പോകുന്നത്, അല്ല അവിടുത്തെ D3 കിടക്കുന്നത് ആവറേജ് ടോട്ടൽ കോസ്റ്റിന്റെ മുകളിലാണ്, വിച്ച് മീൻസ് ദേ ആർ മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സോ ദ ഡിമാൻഡ് കർവ് D3 ലൈറ്റ്സ് ഫർദർ ദ റൈറ്റ് ടു D2. D2-വിനേക്കാൾ എത്രയോ മുകളിലായിട്ടാണ് D3 കിടക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ് എ ഹയർ ഡിമാൻഡ്. അവിടെ നല്ല ഡിമാൻഡ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ MC കർവ് ഇന്റർസെക്ട് MR കർവ് ഫ്രം ബിലോ അറ്റ് പോയിന്റ് A3 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, MR is equal to MC ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഔട്ട്കായിട്ട് പറയാൻ പറ്റുക OM3 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്പുട്ട് സെല് ചെയ്യും. E3 M3 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യും, അതിന് പ്രൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റുക ഗ്യാപ്പ് ബിറ്റ്വീൻ AR ആൻഡ് ATC, ആവറേജ് റവന്യൂ കർവും ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അവിടെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഇവിടുത്തെ പ്രോഫിറ്റിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇനി ഞാൻ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഷോർട്ട് റണ്ണിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒരു മൊണോപ്പൊളിയിൽ കാണാൻ പറ്റുമോ, ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ, റിയൽ വേൾഡിൽ ഷോർട്ട് റണ്ണിൽ കാണാൻ പറ്റുമോ, ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? എനിവൺ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ, ഈവൻ ഇൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, in the short run we can observe, sometimes we can observe super normal profit or abnormal profit, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും. പക്ഷെ ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും ഉള്ളത് കൊണ്ട് പുതിയ ഫേംസ് കടന്നു വന്നിട്ട് ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റിലേക്ക് പോകും. പക്ഷെ മൊണോപ്പൊളിയിലാണെങ്കിലോ ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്തായാലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ.
പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നമ്മൾ ലോങ് റണ്ണിന്റെ കേസിൽ അത് പറയും. കാരണം ദർ ഈസ് നോ എൻട്രി. ഒരു പുതിയ ഫേം എന്ത് ചെയ്യുന്നില്ല? മാർക്കറ്റിലേക്ക് വരുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഷോർട്ട് റണ്ണിൽ ഇപ്പൊ നമ്മൾ കണ്ട സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലോങ് റണ്ണിലും എന്ത് ചെയ്യും? സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അത് ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ, ഹർഷാന? ശിവനന്ദ? സഫ്ന? ഓക്കെ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഹർഷന ചോദിച്ചുകൊണ്ട് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ പറയണം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഷോർട്ട് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പോസിബിൾ ആണ്, മൊണോപ്പൊളിയിലും പോസിബിൾ ആണ്. പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സംഭവിക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ് അല്ലേ? ഒരു ഷോർട്ട് റണ്ണിൽ നല്ല പ്രോഫിറ്റ് ഒരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഫ്രീ എൻട്രി ഉള്ളത് കൊണ്ട് പുതിയ ഫേംസ് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് ആകുമ്പോഴേക്ക് കടന്നു വരും. റൈറ്റ്? ഫ്രീ എൻട്രി ഉണ്ട്. സ്വാഭാവികമായിട്ടും കുറെ ഫേംസ് കടന്നു വന്നാലോ ആ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഫേമിന്റെ പ്രോഫിറ്റ് കുറയും. കാരണം ഓൾ ഫേംസ് ആർ സെല്ലിംഗ് ഐഡന്റിക്കൽ പ്രൊഡക്റ്റ്, വിച്ച് മീൻസ് ഹോമോജിനിയസ് പ്രൊഡക്റ്റ്, സെയിം ക്വാണ്ടിറ്റി, സെയിം ക്വാളിറ്റി, സെയിം ഫീച്ചേഴ്സ്. പിന്നെ എപ്പോഴും ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ആളുകൾ മറ്റു കടകളിലേക്ക് പോകും. പുതിയ കടകൾ വരുമ്പോൾ പുതിയ പുതിയ കടകളിലേക്ക് പോകും. അയാളുടെ പ്രോഫിറ്റ് എന്താവും? ഷെയർ ആയി പോകും. റൈറ്റ്? അപ്പൊ ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല. ഓൺലി ഷോർട്ട് റണ്ണിൽ മാത്രമേ പറ്റുള്ളൂ. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസ്. പക്ഷെ മൊണോപ്പൊളിയിലാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒരു ഫേമിന് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ലോങ് റണ്ണിലും സസ്റ്റെയിൻ ചെയ്യും. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, കൂടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഇവർക്ക് ലോങ് റണ്ണിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നൗ ഇറ്റ്സ് ക്ലിയർ, ഹർഷാന? Okay. So we can move to the last area of today's session, which is long run equilibrium. ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് രണ്ട് കേസ് ആണുള്ളത്. ഒന്ന് നോർമൽ പ്രോഫിറ്റ്, രണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ദർ ഈസ് നോ ലോസ് ഇൻ ദ ലോങ് റൺ. ഇൻ ദ ലോങ് റൺ, monopolists adjust all its factors of production to maximize its profit. ഒരു ഫേമിന്റെ, ഒരു ബിസിനസിന്റെ ഏറ്റവും പരമപ്രധാനമായ കൺസേൺ ആണെന്ത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോ ലോങ് റണ്ണിൽ മൊണോപ്പൊളി കടിഞ്ഞ് പരിശ്രമിക്കും എന്തിന്? അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഫേംസിനെ എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ലോങ് റണ്ണിലാണെങ്കിൽ പോലും ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൊണോപ്പൊളി ഫേമിന് അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോങ് റണ്ണിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അത് നിർത്തിപ്പോവുകയും ചെയ്യും. ഫിക്സഡ് കോസ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു, പക്ഷെ അത് പൊതുവെ മൊണോപ്പൊളിയിൽ ഉണ്ടാവാറില്ല ലോസ്. അപ്പൊ രണ്ട് ഔട്ട്കം ആണ് ലോങ് റണ്ണിൽ ഉണ്ടാവുക. ഒന്നെങ്കിൽ അതെന്താണ്? നോർമൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ. സോ ഫേമിന്റെ എക്വിലിബ്രിയം ഗ്രാഫ് ഇതാണ് നമുക്ക് ലോങ് റണ്ണിൽ വരുന്നത്. മൊണോപ്പൊളിസ്റ്റിസ് ക്യാൻ വാരി ഓൾ ഇൻപുട്സ്. നമ്മൾ ലോങ് റണ്ണിൽ ഷോർട്ട് റൺ ഡിഫറൻസ് പറഞ്ഞല്ലോ. ഓൾ ഇൻപുട്സ് വി ക്യാൻ വാരി ഇൻ ദ ഷോർട്ട് റൺ. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കർവ് ആയിട്ട് AC കർവും MC കർവും മാത്രമേ ഉണ്ടാവുള്ളൂ. റവന്യൂ കർവ് ആയിട്ട് AR കർവും MR കർവും ഉണ്ടാവും. നിങ്ങൾക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും. വി ഹാവ് AR കർവ് ആൻഡ് MR കർവ് ആൻഡ് AC കർവ് ആൻഡ് MC കർവ്. ഓക്കെ, റൈറ്റ്. കാരണം എന്താണ് ഇവിടുത്തെ AC എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമ്മൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? വി ഹാവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഫിക്സഡ്. അത് ഫിക്സഡ് ആകുമ്പോൾ അതിന് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ വേരിയബിൾ. അവിടെ എന്തുണ്ടാവും? വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ. അഗെയിൻ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്? അത് മൈനസ് ചെയ്യുന്നതല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്താ അർത്ഥാക്കുന്നത് ആ കോസ്റ്റ്?
നമ്മൾ പറയാണ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഫിക്സഡ് കോസ്റ്റ്. അതിന് ശരിക്കും ഒരു കറക്റ്റ് മീനിങ് എന്താണ് അതിന്റെ? നോ, അതർ ദാൻ ദാറ്റ്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാലേ നിങ്ങൾ +2 നിങ്ങൾ ടേബിൾ വരച്ചിട്ടുണ്ടാവില്ലേ, MC, MR, AFC, ABC ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കറക്റ്റ് മനസ്സിലാവും. അതായത് ഫിക്സഡ് കോസ്റ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരാഞ്ഞാലും ഈ കോസ്റ്റ് അവിടെ ഉണ്ടാവും. ഐ മീൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഔട്ട്പുട്ട് ദ കോസ്റ്റ് വിൽ ബി ദെയർ. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. നിങ്ങൾ ഫിക്സഡ് കോസ്റ്റിന്റെ ലൈനൊക്കെ എടുത്ത് നോക്കൂ, അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? 0 എന്നല്ല, അതൊരു പോസിറ്റീവ് വാല്യൂ എന്നായിരിക്കും ഫിക്സഡ് കോസ്റ്റ് ലൈന് പോവുക. അതുപോലെ തന്നെ അത് ഫിക്സഡ് ആയിരിക്കും. നമ്മൾ 10 പ്രൊഡക്ഷൻ നടത്തിയാലും 20 പ്രൊഡക്ഷൻ നടത്തിയാലും. ബ്രേക്ക് വന്നോ? വെയിറ്റ്, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. അതായത് ഫിക്സഡ് കോസ്റ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ കോസ്റ്റ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. അതായത് ഫിക്സഡ് കോസ്റ്റിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫിക്സഡ് കോസ്റ്റിന്റെ ഗ്രാഫ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, ഫിക്സഡ് കോസ്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് ഗ്രാഫ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വേരിയബിൾ കോസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക 0 എന്നാണ്, അല്ലെങ്കിൽ ഒറിജിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. വിച്ച് മീൻസ് പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ അവിടുത്തെ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൾസോ 0. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ 0 ആണെങ്കിലും അവിടെ കോസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, കോസ്റ്റ് ഉണ്ടാവും. അതൊരു ഫിക്സഡ് ലൈൻ ആയിരിക്കും, വളവും ചെരിവൊന്നും ഉണ്ടാവില്ല. വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിലും ഒക്കെ ഇങ്ങനെ പോകും. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ഒറ്റ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഒരു 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു 10 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് വരുന്ന കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ആവുമ്പോൾ ഇറ്റ് ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് 100 ആയി കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻക്രീസ് ആവും, ഔട്ട്പുട്ട് 10 ആയി കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ആവും. ഇതാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തമ്മിൽ ഡിഫറൻസ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനോട് ബന്ധമില്ലാത്ത കോസ്റ്റ് ആണ്, ഔട്ട്പുട്ട് റിലേഷൻ ഇല്ലാത്ത കോസ്റ്റ് ആണ്, അത് അവിടെ ഉണ്ടാവും. വേരിയബിൾ കോസ്റ്റ് ആണ് ഔട്ട്പുട്ടിനോട് റിലേഷൻ ഇല്ല, ഔട്ട്പുട്ടിനോട് ബന്ധമുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്തുണ്ടാവുള്ളൂ? AC-യും MC-യും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതുപോലെ MR ഉണ്ടാവും, AR ഉണ്ടാവും. ഇവിടുത്തെ AR കർവ് ആണ് എന്ത്? ഡിമാൻഡ് കർവ്. നിങ്ങൾ അത് മാറിപ്പോയത്. AR കർവ് ഈസ് ഈക്വൽ ടു MR കർവ്. ഓക്കെ, നൗ വി ക്യാൻ take first case which is normal profit and we have another case which is super normal profit. Okay, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. We have a graph which is called long run equilibrium of a monopolist or long run equilibrium of a monopoly. ഫസ്റ്റ് ഡിമാൻഡ് കർവ് ആയിട്ടുള്ള AR കർവ്, AR1 താഴെയുള്ളതാണ് കേട്ടോ AR1, മുകളിലുള്ളതാണ് AR2. ഡിമാൻഡ് കർവ് ആയിട്ടുള്ള AR1 ഈസ് ടാൻജന്റ് ടു ആവറേജ് കോസ്റ്റ് കർവ് വിച്ച് ഈസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന് ടാൻജന്റ് ആവുന്നുണ്ട്. പോയിന്റ് ഏതിലാണ്? B എന്ന് പറയുന്ന പോയിന്റിലാണ് എന്താവുന്നത്? AR1ഉം നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവും ടാൻജന്റ് ആവുന്നത്. നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരുന്നു? MC കട്ട് MR ഫ്രം ബിലോ. MR-ന് എന്ത് ചെയ്യുന്നുണ്ട്? MC കട്ട് ചെയ്യുന്നുണ്ട് A എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് പോയാൽ വി ക്യാൻ ഒബ്സർവ് E. അതായത് മൊണോപ്പൊളിസ്റ്റിസ് ഇത് കാണിക്കുന്നത് AR ആവറേജ് കോസ്റ്റിന് ടാൻജന്റ് ആവുന്ന E എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത് മൊണോപ്പൊളിസ്റ്റിസ് റിക്കവർ ആൾ ഇറ്റ്സ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് നോർമൽ പ്രോഫിറ്റ് ബട്ട് നോട്ട് ഏർണിംഗ് എനി എക്സ്ട്രാ പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ എന്താ? AR ഈസ് ഈക്വൽ ടു AC. ഇവിടെ ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് E. അതിവിടെ പോസിബിൾ ആവുന്നുണ്ട്, വിച്ച് മീൻസ് ദേ ആർ ഏർണിംഗ് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ദർ ഈസ് നോ എക്സ്ട്രാ പ്രോഫിറ്റ്. ഇവിടെ കാണിക്കുന്നത് ഡിമാൻഡ് കർവ് AC കർവിന്റെ ലെഫ്റ്റിലാണെങ്കിൽ, ആവറേജ് കോസ്റ്റ് കർവ് ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ ലെഫ്റ്റിലാണ് ഡിമാൻഡ് കർവ് എന്നുണ്ടെങ്കിൽ മൊണോപ്പൊളിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല? കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ് റിക്കവർ ആവാഞ്ഞിരുന്നാൽ മൊണോപ്പൊളിസ്റ്റ് എന്താ ചെയ്യുക? ലോങ് റണ്ണിൽ ദേ വിൽ ഷട്ട് ഡൗൺ ദ ഫേം, അല്ലെങ്കിൽ അത് ലോസ് കണ്ടീഷൻ ആണ്. അതായത് ഡിമാൻഡ് കർവ് AC കർവിന്റെ ടാൻജന്റ് ആണെങ്കിൽ ദേ ആർ കവറിംഗ് ദ കോസ്റ്റ്സ് ആൻഡ് ദേ വിൽ കണ്ടിന്യൂ ഇൻ ദ മാർക്കറ്റ്.
അഥവാ ഡിമാൻഡ് കേവ് എ സി കേവിന്റെ റൈറ്റിലേക്കാണെങ്കിലോ, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എന്തായിരിക്കും? ദി ആർ മേക്കിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഡിമാൻഡ് കേവും അതുപോലെ തന്നെ എ സി കേവും, ഇവിടുത്തെ ഡിമാൻഡ് കേവ് ഏതാണ്? എ ആർ കർവ് ആണ്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ ഒന്നാണ്. എ സി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ സി എ ആർ കർവിന് ഈക്വൽ ആണെങ്കിൽ, അവര് ടാൻജന്റ് ആണെങ്കിൽ ആ ഒരു ഫേം എന്ത് ചെയ്യുന്നു? ദേ ആർ മേക്കിംഗ് നോർമൽ പ്രോഫിറ്റ്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. എ സി കേവ് എ ആർ കർവിനേക്കാൾ താഴെയാണെങ്കിൽ, ഡിമാൻഡ് കേവ് എ സി കർവിനേക്കാൾ താഴെയാണെങ്കിൽ they are making loss, so they will shut down the firm. If AR curve is, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് is right to the AC curve, they are making profit or super normal profit. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫീച്ചേഴ്സ്. ഇനി ഇക്വിലിബ്രിയം കേസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ഇക്വിലിബ്രിയം എ എന്ന് പറയുന്ന പോയിന്റിൽ എം സി കർവ്, സോറി എയിലല്ലല്ലോ സംഭവിക്കുന്നത്, എ ആർ കർവിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇക്വിലിബ്രിയം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡാഷും ഇ ഉണ്ട്. ഇയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഒ എം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി കിട്ടും, റൈറ്റ്? അതുപോലെ തന്നെ എം സി കർവും എം ആർ കർവും എ എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എം സി ലോങ് റൺ എം സി കർവ്, വിച്ച് മീൻസ് എൽ എം സി കർവ് മുകളിലേക്ക് പോകുന്നുണ്ട്, എം ആർ വൺ താഴേക്ക് വരുന്നുണ്ട്. എം സി കട്ട് എം ആർ ഫ്രം ബിലോ, അത് എവിടെയാ പോസിബിൾ ആവുന്നത്? എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അത് നേരെ മുകളിലേക്ക് വരച്ചാൽ നമുക്ക് ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടും. അതായത് ഇക്ക് നേരെ തൊട്ട് താഴെയാണ് നമ്മൾ എ സി കർവും എ ആർ കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് ഇയിൽ നിന്ന് നേരെ താഴോട്ട് വരച്ചാൽ നമുക്ക് ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് എം സി ഈസ് ഈക്വൽ ടു എ ആർ, എം സി കട്ട് എ ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന പോയിന്റ് എ കിട്ടും. അപ്പൊ മൊണോപ്പൊളിസ്റ്റുകൾ എന്ത് ചെയ്യും? ഒ എം യൂണിറ്റ് അല്ലെങ്കിൽ ഒ എം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? സെല് ചെയ്യും അറ്റ് എ പ്രൈസ് ഓഫ് ഇ എം പ്രൈസ്. ഇ എം എന്ന് പറയുന്ന പ്രൈസിൽ ഒ എം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? അവര് സെല് ചെയ്യും. സോ ഇവിടെ എന്ത് ചെയ്യും? എല്ലാ കോസ്റ്റും കവർ ചെയ്തിട്ട് ദേ വിൽ ഗെറ്റ് എ നോർമൽ പ്രോഫിറ്റ്. ഇവരെന്ത് ചെയ്യും? ഒരു നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യും. സെയിം ലോജിക് ആണ് എ ആർ കർവിന് എന്താ സംഭവിക്കുന്നത്, എ സി കർവിന് എന്താ സംഭവിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. എ ആർ കർവ് പലപ്പോഴും ഡിമാൻഡ് കർവ് ആയിട്ടാണ് നമുക്ക് തരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കൺഫ്യൂസ്ഡ് ആയി പോവരുത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കേസ് ആയിട്ടുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റിലേക്ക് പോവാം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എ ആർ എ സി കണ്ടീഷനിൽ നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? എ സിയുടെ മുകളിലായിട്ട് എ ആർ കർവ് വരുന്ന കണ്ടീഷൻ ആയിരിക്കും എന്ത്? നമ്മൾ ഈ പറയുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. എ ആർ ഈസ് ഗ്രേറ്റർ ദാൻ എ സി, റൈറ്റ്? ദ മാർജിനൽ റവന്യൂ കർവ് ഇന്റർസെക്ട് എം സി അറ്റ് പോയിന്റ് ബി. ഇവിടുത്തെ ഇക്വിലിബ്രിയം എവിടെയാണ്? ബിയിലാണ്. എം സി ബി എന്ന് പറയുന്ന പോയിന്റിൽ എം ആറിനെ കട്ട് ചെയ്യുന്നുണ്ട്. എം ആർ ടുവിനെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഹൈറ്റ് എ ആർ ടു ആണ് ഇ ഡാഷ് എം വൺ പ്രൈസിൽ നമ്മളത് കൊടുക്കുന്നത്. ഇ ഡാഷ് എം വൺ, ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് വരച്ചാൽ എ ആർ കർവിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഇ ഡാഷ്. അപ്പൊ ഇ ഡാഷ് എം എന്ന് പറയുന്ന ഇ ഡാഷ് എം വൺ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണെന്ത്? നമുക്കിവിടെ പ്രൈസ് പെർ യൂണിറ്റ് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ മൊണോപോളിസ്റ്റ് എന്താ ചെയ്യുക? ദേ വിൽ പ്രൊഡ്യൂസ് ഒ എം വൺ ഔട്ട്പുട്ട്. എം ഫസ്റ്റ് ഉള്ളത് എം ആണ്, തൊട്ടപ്പുറത്തുള്ളത് ഒ എം, എം വൺ ആണ്. അപ്പൊ ഒ എം വൺ എന്ന് പറയുന്ന ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അവർ വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? എം വൺ ഇ ഡാഷ്, അല്ലെങ്കിൽ ഇ ഡാഷ് എം വൺ എന്ന് പറയുന്ന പ്രൈസിൽ എ ആർ കർവിൽ ടച്ച് ചെയ്യുന്ന ആ പ്രൈസിലേക്ക് അവരെന്ത് ചെയ്യും? സാധനങ്ങൾ വിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ എ ആറിന്റെയും എ സിയുടെയും നടുവിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. എ ആർ കർവിന്റെയും ആ ടച്ച് ചെയ്യുന്ന ഇ ഡാഷ് മുതൽ എ സി കർവ് വരെ, അതായത് ബിയും ഇ ഡാഷും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട്. അതാണ് എന്ത്? എക്സ്ട്രാ പ്രോഫിറ്റ്. ഇ ഡാഷ് ടു ബിയിലേക്ക് കിടക്കുന്ന ആ ഒരു ഏരിയയാണ് ഇവിടുത്തെ എക്സ്ട്രാ പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ മാർക്കറ്റ് പവർ കാരണം നമ്മുടെ മൊണോപ്പൊളിസ്റ്റ് മറ്റ് ഫേംസിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏൺ ചെയ്യുന്ന ഇ ഡാഷ് ബി എന്ന് പറയുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇത് സസ്റ്റെയിൻ ചെയ്യും. മൊണോപ്പൊളിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു കളർഫുൾ ഗ്രാഫ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് കേസ്. വെയിറ്റ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു എന്ത്? മാർക്കറ്റിലേക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. മാർക്കറ്റിലേക്ക് ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഫേംസിനൊന്നും വന്ന് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാഫ് ജസ്റ്റ് സൂപ്പർ നോർമൽ കണ്ടീഷൻ പറയാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ.
ഓക്കെ, സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരുന്നു? എം സി ഈസ് ഈക്വൽ ടു എം ആർ. ഇവിടുത്തെ എം സി കർവ് ഏതാണ്? എം സി കർവ് ലോങ് റൺ എം സി കർവ് ഉണ്ട്, തൊട്ട് താഴെ യു ഷേപ്പ് ആയിട്ട് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ട്, താഴോട്ട് എം ആർ കർവ് ഉണ്ട്, അതിന്റെ മുകളിൽ എ ആർ കർവ് ഉണ്ട്. അപ്പോൾ എം സി ഈസ് ഈക്വൽ ടു എം ആർ, അതെവിടെയാവുന്നത്? എം സി കർവ് ഈസ് ഈക്വൽ ടു എം ആർ. പോയിന്റ് ഇയിൽ എന്താവുന്നുണ്ട്? ഇക്വിലിബ്രിയം പോസിബിൾ ആവുന്നുണ്ട്. എം സി ഈസ് ഈക്വൽ ടു എം ആർ ആൻഡ് എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനും അവിടെ പോസിബിൾ ആവുന്നുണ്ട്. സോ ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫേം ഈസ് ഓർ ദ പ്രൈസ് ഓഫ് ദ ഫേം ഈസ് OP1, OP1 ആണ് പ്രൈസ്, OQ ലെവൽ ക്വാണ്ടിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ OP എന്താണ്? ഇവിടുത്തെ കോസ്റ്റ് ആണ്. പി എന്ന് പറഞ്ഞ ഇവിടുത്തെ കോസ്റ്റ് ആണ്, P1 ഇവിടുത്തെ പ്രൈസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനം, അതായത് കോസ്റ്റ്. P is equal to 8, നമ്മൾ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, 8 രൂപയുടെ പെന്ന് 10 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ P ആണ് എന്ത്? 8, P1 ആണ് 10 സെല്ലിംഗ് പ്രൈസ്. സോ P1 P-നേക്കാൾ മുകളിലാണ്, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ ഒരു പ്രൈസ് ചേഞ്ച് ഇല്ലേ? P1 P എന്ന് പറയുന്ന രണ്ടും നമ്മൾ ഡിഫറൻസ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2, 10 രൂപക്ക് സാധനം വിൽക്കുന്നു, 8 രൂപക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടുത്തെ 2 ആണ് എന്താ? അവിടുത്തെ പ്രോഫിറ്റ്, പ്രൈസ് പെർ പ്രോഫിറ്റ്, ഒരു പെർ ക്വാണ്ടിറ്റിയിലെ പ്രോഫിറ്റ് ആണ് ആ 2 എന്നുള്ളത്. ഇനി ടോട്ടൽ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിലോ വി ക്യാൻ സേ ദാറ്റ് PB P1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഗ്രീനിൽ കിടക്കുന്നതാണ് എന്ത്? ഇവിടുത്തെ അബ്നോർമൽ പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും അബ്നോർമൽ പ്രോഫിറ്റ് പോസിബിൾ ആണ്, പക്ഷേ ദാറ്റ് ഈസ് ഇൻ ദ ഷോർട്ട് റൺ ഓൺലി. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫേം ലോങ് റണ്ണിൽ കുറേ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ പുതിയ ഫേംസ് എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. പുതിയ ഫേംസ് മാർക്കറ്റിലേക്ക് വരും. പുതിയ ഫേംസ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ സെയിം പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത്, സെയിം ക്വാളിറ്റി ആണ്, സെയിം ക്വാണ്ടിറ്റി ആണ്, സെയിം ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അത് സ്പ്രെഡ് ആയി പോവും, പ്രോഫിറ്റ് കുറയും. അതുകൊണ്ട് തന്നെ അവിടെ ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. എന്നാൽ ലോങ് റണ്ണിൽ നമുക്ക് മൊണോപ്പൊളിയിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദർ ഇസ് റെസ്ട്രിക്ഷൻസ് ടു എൻട്രി. ഈവൻ ഇഫ് യു ഫേം മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്, ഹ്യൂജ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ അബ്നോർമൽ പ്രോഫിറ്റ്, നോ അതർ ഫേം ക്യാൻ എൻറ്റർ ടു ദ മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റ് ഫേംസിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു മൊണോപ്പൊളി ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? മൊണോപ്പൊളി പവർ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആൻഡ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ എടുത്തതിൽ? Okay, so we can wind up the session. Thank you. Okay, Shivananda. Okay, you should watch the recorded sessions. If you have any doubt, you can ask.